ഇന്ന് നമ്മൾ പറയുന്നത് ടമ്മി ടൈം. പല പാരൻസും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കാണുന്ന ഒന്നാണ് ടമ്മി ടൈം. എന്താണ് ടമ്മി ടൈം? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവെയർ ആയിരിക്കുന്ന സമയത്ത്, അതായത് ഉറങ്ങാത്ത സമയത്ത് അവരെ വയറ്റിൽ അവരെ കമഴ്ത്തി ഇതുപോലെ കിടത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ടമ്മി ടൈം. നമ്മുടെ പല പാരന്റിങ് ആർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ USA ഒക്കെ പാരന്റിങ് ഗൈഡ് ലൈൻസിലൊക്കെ ഒരു പ്രത്യേക കോട്ടുണ്ട്. അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന് ഒരു വലിയ കോട്ടുണ്ട്. ആ കോട്ടാണിത്. അതായത് ബാക്ക് ടു സ്ലീപ്പ്, ടമ്മി ടു പ്ലേ. ചുരുക്കി പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മലർത്തി കിടത്തുക, കളിക്കുന്ന സമയത്ത് കമഴ്ത്തി കിടത്തുക. ഇത് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്. ഇതിൽ രണ്ട് കാര്യമാണ് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഒന്ന്, ഉറങ്ങുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ മലർത്തി കിടത്തുന്നതാണ്. കളിക്കുന്ന സമയത്ത് കമഴ്ത്തി കിടത്തുക എന്നുള്ളത്. അപ്പം നമ്മളിപ്പം പറയുന്നത് എന്താണ് ഈ ടമ്മി ടൈമിൻസിന്റെ ഇമ്പോർട്ടൻസ്. ഒന്നാമത്തെ കാര്യം, ഈ ടമ്മി ടൈം നൽകി കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഷോൾഡർ, ഹെഡ്, അപ്പർ ബോഡിയിലൊക്കെ പവർ കൂടും. രണ്ടാമത്തത്, കുഞ്ഞുങ്ങൾക്ക് ഫ്ലാറ്റ് ഹെഡ് തടയാൻ പറ്റും. മൂന്നാമത്തത്, കുഞ്ഞുങ്ങളുടെ മോട്ടോർ സ്കില്ല്, പ്രത്യേകിച്ച് ക്രോളിങ് പോലെയുള്ള മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അതിൽ ഓരോ പ്രായത്തിലും ഓരോ ഗുണങ്ങളാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ ടമ്മി ടൈം ചെയ്ത് കൊടുത്താൽ ആ കുട്ടിയുടെ മസിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഒരു 2, 3, 4 മാസം പ്രായമുള്ള കുട്ടീനെ ടമ്മി ടൈം ചെയ്താൽ ആ കുട്ടി ക്രോളിങ്ങിനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഓരോ പ്രായത്തിലും ഓരോ യൂസാണ്. എന്തായാലും ഇത്രയും ബെനിഫിറ്റ്സ് ഈ ടമ്മി ടൈമിങ്ങിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, എന്നാണ് ഈ ടമ്മി ടൈം തുടങ്ങേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്താണ് കേട്ടിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഒരു കുഞ്ഞ് ജനിച്ച് വീട്ടിലെത്തിയ പാടെ ടമ്മി ടൈം തുടങ്ങാം എന്നാണ് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നാം, കൗതുകം തോന്നാം. ജനിച്ച് വീട്ടിൽ തിരിച്ചെത്തിയ അന്ന് തൊട്ട് ടമ്മി ടൈം തുടങ്ങാനോ എന്നൊരു ആശ്ചര്യം തോന്നാം. ശരിയാണ്, തുടങ്ങാം. അങ്ങനെ തന്നെയാണ് പറയണത്. തുടങ്ങാം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ടമ്മി ടൈം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ പിക്ചർ ഒരു കുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് ഫ്രണ്ടിൽ ടോയ്സ് ഒക്കെ വെച്ച് കളിക്കുന്നതാണ്. അത് മാത്രമല്ല ടമ്മി ടൈം. ആ കുഞ്ഞിനെ നിങ്ങളുടെ നെഞ്ചത്ത് ഇങ്ങനെ കമഴ്ത്തി കിടത്തുന്നതും ടമ്മി ടൈമിംഗ് ആണ്. ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ജനിച്ച ഉടനെ ടമ്മി ടൈമിംഗ് എന്ന് പറയുന്നത് അത്ര അസ്വാഭാവികമല്ല, നോർമലാണെന്ന് പറയാൻ കാരണം. ഇനി മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. എന്തായാലും ജനിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അങ്ങനെ ആക്കാൻ മാനസികമായി ബുദ്ധിമുട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാസം ആകുമ്പോഴും നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു ദിവസം 2 or 3 സെഷൻസ്, അതായത് രാവിലെ ഒരു തവണ, ഉച്ചക്ക്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ സെഷൻസും ഒരു മിനിറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ട്ണറോ അല്ലെങ്കിൽ നിങ്ങളോ കിടക്കുന്ന സമയത്ത് അവരെ നിങ്ങളെ നെഞ്ചിൽ കമഴ്ത്തി കിടത്തുക. അങ്ങനെ കമഴ്ത്തി കിടത്തുന്ന സമയത്ത് ആദ്യ നാളുകളിൽ അതും ടമ്മി ടൈമിംഗ് ആണ്. അവരെ കിടക്കയിൽ തന്നെ അങ്ങനെ കമഴ്ത്തി കിടത്തണമെന്നില്ല, നിങ്ങളുടെ നെഞ്ചിൽ വെച്ചാലും ടമ്മി ടൈമിംഗ് ആണ്. പിന്നെ എന്നിട്ട് ഗ്രാജുവലി കൂട്ടുക. ആദ്യം പറഞ്ഞത് നോക്കിക്കോളൂ, 2, 3 സെഷൻസ്, ഒരു ദിവസം 2, 3 തവണ 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി, അല്ലെങ്കിൽ 2 മിനിറ്റ്. അതങ്ങനെ പയ്യെ കൂട്ടി അവസാനം ഒരു 3 മാസം ആവുന്ന സമയത്ത് ഒരു 15 മിനിറ്റോളം ഒരു മൊത്തം 24 hours അവരിങ്ങനെ കമഴ്ന്ന് കിടന്നിട്ടുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഈ 15 മിനിറ്റ് ഒരുമിച്ചല്ല, ടോട്ടൽ ഡെയിലി ആണ് കേട്ടോ, മറക്കരുത്. ഇത് അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ റെഫറൻസ് പ്രകാരമാണ് പറയണത്. മനസ്സിലായല്ലോ? ചുരുക്കി പറഞ്ഞാൽ ഈ ടമ്മി ടൈമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഏകദേശം ജനിച്ച ആദ്യ നാളുകൾ തന്നെ നിങ്ങൾക്ക് കുറേശ്ശെ തുടങ്ങാം. എന്നിട്ടൊരു 3 മാസം ആകുമ്പോഴത്തേക്കും ഒരു ദിവസം മൊത്തത്തിൽ ആ കുട്ടി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പല സമയങ്ങളിലായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കുട്ടി അങ്ങനെ കിടന്നു ഉറപ്പ് വരുത്തുക. ഇതിനർത്ഥം ഓരോ സമയത്തും നിങ്ങൾ വാച്ച് വെച്ച് സമയം അങ്ങനെയല്ല, ഒരു ലോജിക്കലി നിങ്ങൾക്കൊരു യുക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ രാവിലെ കുറച്ചു നേരം ഇരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടത്തി, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടത്തി, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ചെയ്യാം, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഒരു വലിയ കുട്ടിയെ സംബന്ധിച്ച്, ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ച് ഈ 3 മെത്തേഡ്സ്, അതായത് നിങ്ങൾ ആ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി ഫ്രണ്ടിൽ കുറച്ച് ടോയ്സ് ഇട്ട് കൊടുക്കുക. കാരണം 3 മാസമായ കുട്ടി അല്ലെങ്കിൽ 4 മാസമായ കുട്ടി ആ ടോയ്സിൽ ഇൻവോൾവ് ചെയ്യാനുള്ള പ്രായമായി.
അല്ല എന്നുണ്ടെങ്കിൽ അതിനും വലിയ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിങ്ങൾ പുസ്തകം വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അതിനും വലിയ കുട്ടിയാണെങ്കിൽ മിറർ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു ടോയ്സോ അല്ലെങ്കിൽ പുറത്ത് കാഴ്ചകൾ കാണാൻ പാകത്തിന് ആ കുട്ടിയെ കമഴ്ത്തി കിടത്തുക. അങ്ങനെയാണ് ഒരു മുതിർന്ന കുട്ടിയെ സംബന്ധിച്ച് ഒരു 2 മാസത്തിന് മുകളിലോട്ടുള്ള 3, 4, 5 മാസങ്ങളിലൊക്കെ ഈ പറയുന്ന വിധത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി ചെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ നിങ്ങൾക്ക് ടമ്മി ടൈം ചെയ്യാം. ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങളൊരു ചെറിയ ഒരു പാരന്റ് ആണ്, നിങ്ങളെ കുട്ടിക്ക് ഒരു 2 മാസത്തിന് താഴെ പ്രായമുള്ളൂ അല്ലെങ്കിൽ 1 മാസത്തിന് താഴെ പ്രായമുള്ളൂ. ഇങ്ങനെ ബെഡിലൊക്കെ കുഞ്ഞിനെ കമഴ്ത്തി കിടത്താൻ നിങ്ങൾക്ക് ഭയങ്കര ഭയമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആദ്യം പറഞ്ഞ പോയിന്റ് ഓർക്കണം. ടമ്മി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞ് വളരെ ഉണർന്ന് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യുന്ന കാര്യമാണ്. കുട്ടി ക്രൈയിങ് സമയത്തോ കുട്ടി ഇറിറ്റേറ്റ് ആയ സമയത്തോ ചെയ്യാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. എപ്പോഴും കുട്ടി എപ്പോഴാണോ കാമായി ക്വയറ്റായി ഹാപ്പിയായി ഇരിക്കുന്ന മൊമെന്റ് അന്നാണ് അപ്പോഴാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രായം ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിന് താഴെയാണ്. നിങ്ങൾക്ക് ആ കുട്ടീനെ ഒരു ബെഡിലൊക്കെ കമഴ്ത്തി കിടത്താൻ ഭയങ്കര പേടിയാണ്. നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്തോളൂ. നിങ്ങൾ ആദ്യം കിടക്കുക, നിങ്ങളുടെ ദേഹത്ത് ഇങ്ങനെ കമഴ്ത്തി കിടക്കുക. ഇങ്ങനെ കമഴ്ത്തി കിടത്തുന്ന സമയത്ത് അവരെന്താ ചെയ്യാന്നറിയോ? നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടി ഏന്തി നോക്കും. അത് നല്ലൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ടമ്മി ടൈമിങ്ങിൽ. അപ്പോൾ അവർ കിടക്കും ചെയ്യും, അപ്പുറത്തുള്ള നിങ്ങളുടെ മുഖം കാണാൻ വേണ്ടി ഇങ്ങനെ ഏന്തി നോക്കുന്നത് ആദ്യത്തെ 1-2 മാസത്തിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടമ്മി ടൈമിംഗ് മെത്തേഡാണ്. ഇനി അങ്ങനെ കമഴ്ത്തി കിടത്തുന്ന സമയത്ത് ഓരോ പ്രായത്തിലും നിങ്ങളെ കുട്ടി എന്തൊക്കെ ചെയ്യും എന്ന് അറിയണ്ടേ? ഭയങ്കര ഹാപ്പി തരുന്ന ഒരു സന്തോഷം തരുന്ന ഒരു മൊമെന്റ് അല്ലത്. 1 മാസമുള്ള കുട്ടി നിങ്ങൾ ടമ്മി ടൈമിങ് കിടത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ തല ഇങ്ങനെ ഒന്ന് പൊക്കാൻ നോക്കും. ന്യൂബോൺ 1 മാസമുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടി തല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കളിക്കും. 2-3 മാസമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ തലയും പൊക്കും ചെസ്റ്റും പൊക്കും. 4 മാസമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടി കൈയും കൂടെ പിടിച്ചിട്ട് ഒന്ന് പൊങ്ങാൻ ശ്രമിക്കും. ഇങ്ങനെയാണ് കമഴ്ത്തി കിടത്തുമ്പോൾ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ ചെയ്യുക. ഇതൊരു ഇൻഫർമേഷന് വേണ്ടി കൊടുത്തുന്നുള്ളൂ. ടമ്മി ടൈമിങ്ങിൽ എങ്ങനെ ചെയ്യണമെന്ന് ഇത് അറിയണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഓരോ പ്രായത്തിലും എൻ്റെ കുട്ടിയെ കമഴ്ത്തി കിടത്തിയാൽ ആ കുട്ടി എന്ത് ചെയ്യുമെന്ന് അറിയാൻ ഏതൊരു പാരൻസിനും താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് അറിയാൻ വേണ്ടിയാണ് ഈ ചാർട്ട്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയാണ് ടമ്മി ടൈമിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ റെഫറൻസ് വെച്ചാണ്, അവരുടെ ഗൈഡ് ലൈൻസിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണത് എന്നുണ്ടെങ്കിൽ, അതിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. നമുക്കിനി വരുന്ന ഡിസ്കഷൻസിലും ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്സ് പ്രോപ്പർ റെഫറൻസ് വെച്ച് ഞാൻ പറയുന്നതാണ്. അപ്പം ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള ടോപ്പിക്സ് ഒന്ന് ലിസ്റ്റ് താഴെ പറഞ്ഞാൽ എനിക്കത് വെച്ചിട്ടുള്ള PPT പ്രസൻറ്റേഷൻ ഉണ്ടാക്കാം. പിന്നെ മിക്ക ടോപ്പിക്സും ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഓരോ പ്ലേലിസ്റ്റിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഒന്ന് കമൻ്റായി പറഞ്ഞാൽ ഞാനത് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം. വീണ്ടും പറയുന്നു, പാരന്റിങ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.